ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിരവധി ആളുകൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള സംശയമാണ് ചോറ് കഴിക്കാമോ, ചപ്പാത്തി കഴിക്കാമോ, അത് കഴിക്കാമോ, ഇത് കഴിക്കാമോ. ഇങ്ങനെയുള്ള സംശയത്തിനും കൺഫ്യൂഷനും കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കാൻ സഹായിക്കുന്നത്, എന്തെല്ലാം ഭക്ഷണങ്ങളാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഡയറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് അത് നമുക്കൊന്ന് നോക്കാം. നമ്പർ 1, ഷുഗർ. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരമുള്ള എല്ലാ ഫുഡ് ഐറ്റംസും അവോയ്ഡ് ചെയ്യുക. മധുരമുള്ള ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ മാത്രമാണ് നല്ലൊരു വെയിറ്റ് ലോസ് നമുക്ക് ലഭിക്കത്തുള്ളൂ. നമ്പർ 2, ടീ ആൻഡ് കോഫി. ചായ, കാപ്പി നമ്മൾ മലയാളികൾക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്നാൽ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ചായയുടെയും കാപ്പിയുടെയും ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. എന്നാൽ മാത്രമാണ് വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. ചായക്ക് പകരമായി ഉപയോഗിക്കാനായി എഫ്രഷ് എനർജി ഡ്രിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഫ്രഷ് യൂസ് ചെയ്യുക. ചായ, കാപ്പി എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. നമ്പർ 3, ബേക്കറി ഫുഡ് ഐറ്റംസ്. ബേക്കറി ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് ബേക്കറി ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒഴിവാക്കുക. നമ്പർ 4, ജങ്ക് ഫുഡ്സ്. ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക. ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ മോർ കാലറിയാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒന്നാണ് ജങ്ക് ഫുഡ്സ്. അതിനാൽ ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് വെയിറ്റ് ലോസ് സമയത്ത് അവോയ്ഡ് ചെയ്യുക. നമ്പർ 5, ഓയിലി ഫുഡ്സ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്സ്. ഒരുപാട് ഓയിലി ആയിട്ടുള്ള വറുത്തത് പൊരിച്ചതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്സും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ നല്ലതല്ല. ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സാഹചര്യം മൂലം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഭക്ഷണം നിങ്ങൾ കഴിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കോച്ചിനോട് റിപ്പോർട്ട് ചെയ്യുക. കോച്ചിനോട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ വെയിറ്റ് ലോസിനെ അത് ബാധിക്കാത്ത രീതിയിൽ എന്താണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ കോച്ച് ഗൈഡൻസ് തരുന്നതാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഡയറ്റിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് കോച്ചിനോട് ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കിന് സൊല്യൂഷൻ കണ്ടെത്തി വെയിറ്റ് ലോസിനെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതിനാൽ നിങ്ങൾ ചെയ്ത അഴിമതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോച്ചിനോട് സത്യസന്ധമായിട്ട് ഓപ്പൺ ആയിട്ട് പറയുക. നെക്സ്റ്റ്, ഹെർബാലൈഫ് പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ സാധിക്കുന്നത്, എന്തെല്ലാം ഫുഡുകളാണ് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യത്തിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഡയറ്റ് ചാർട്ട് തരാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. നോർമൽ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തേക്കുള്ള ഡയറ്റ് പ്ലാൻ ചാർട്ട് ചെയ്ത് തരുന്ന പോലെ ഇന്ന ദിവസം ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന ദിവസം ഇന്ന ഭക്ഷണം കഴിക്കണം, അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് ഒരു ഫുഡ് ഐറ്റംസ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് നമുക്ക് ചാർട്ട് ചെയ്ത് തരാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ വെയിറ്റ് ലോസ് ഗ്രാഫ് നോക്കിയതിന് ശേഷം മാത്രമാണ് എന്തെല്ലാം ഫുഡുകളാണ് മാറ്റം വരുത്തേണ്ടത്, എന്തെല്ലാം ഫുഡുകളാണ് ആഡ് ചെയ്യേണ്ടത്, എന്താണ് ഡയറ്റിൽ ചേഞ്ച് വരുത്തേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഹെർബാലൈഫ് വെയിറ്റ് ലോസ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഇരിക്കുന്നതാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ആയിട്ട് ഒരു ഫുഡ് ഐറ്റം കഴിച്ചു. നാളെ നിങ്ങളുടെ വെയിറ്റിൽ തന്നെ വേരിയേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കഴിച്ച ലഞ്ചിനെ കുറിച്ച് ഡീപ്പായിട്ട് മോണിറ്റർ ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് പിറ്റേ ദിവസം ഡയറ്റിൽ ആ ലഞ്ചിന് പകരം വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് തരുന്നതാണ്. ഇങ്ങനെയാണ് ഡെയിലി നിങ്ങളുടെ വെയിറ്റ് ലോസ് ഗ്രാഫ് മോണിറ്റർ ചെയ്ത് നിങ്ങളുടെ ഡയറ്റ് മോണിറ്റർ ചെയ്ത് ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തരുന്നത്. അതുകൊണ്ട് നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോച്ചുമായിട്ട് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് ഡെയിലി ബേസിസിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇങ്ങനെ നിങ്ങൾ ഡെയിലി കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ലോസ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വളരെ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് ചോറ് കഴിക്കാമോ, ചപ്പാത്തി കഴിക്കാമോ, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാമോ എന്നുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോറ് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കഴിക്കാൻ സാധിക്കുന്നതാണ്. കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ശ്രദ്ധിക്കണം. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കോച്ചിന്റെ ഗൈഡൻസും ഉണ്ടെങ്കിൽ വെയിറ്റ് ലോസ് സമയത്ത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോയുടെ തുടക്കം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും നിങ്ങൾ മിസ്റ്റേക്ക് പറ്റി ഉപയോഗിച്ചാൽ പോലും നിങ്ങളുടെ കോച്ചിന്റെ ഗൈഡൻസിലാണ് നിങ്ങൾ വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വെയിറ്റ് ലോസിനെ ബാധിക്കാത്ത രീതിയിൽ കോച്ച് ഗൈഡൻസ് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. വെയിറ്റ് ലോസ് സമയത്ത് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്യുക. കോച്ചിനാണ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റും നിങ്ങളുടെ ബോഡി കണ്ടീഷനും നിങ്ങളുടെ വെയിറ്റ് ലോസ് ഗ്രാഫ് ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ അറിയാൻ സാധിക്കത്തുള്ളൂ. കൃത്യമായിട്ടുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. കോച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തി കേവലം പ്രോഡക്ട്സ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് 24/7 ഗൈഡൻസ് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആവുന്നതോടെ വരെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഇങ്ങനെയുള്ള കോച്ചുമാരെ സെലക്ട് ചെയ്ത് പ്രോഗ്രാം ചെയ്യേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. എന്നാൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വെയിറ്റ് ലോസ് ഡയറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതിലേക്ക്
കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പി ഹെൽത്തി ആയിട്ട് ട്രാവൽ ചെയ്യുക. താങ്ക്